കേരളത്തിന് ബജറ്റിൽ അതിവേഗ റെയിൽപാതയില്ലെങ്കിലും മറ്റൊരു വേഗപാത സ്വപ്നം ജനങ്ങൾക്ക് പണിയായിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ കെ റെയിലിൻ്റെ സ്വന്തം സിൽവർ ലൈനിനെ കുറിച്ചാണ്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് സിൽവർ ലൈൻ സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചത്. സിൽവർ ലൈൻ സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനവും റദ്ദായി. വിജ്ഞാപനത്തിന് 1 വർഷം കാലാവധിയാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാത്തതായതോടെയാണ് ഈ വിജ്ഞാപനം റദ്ദായത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കലിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ സർക്കാർ മാറ്റുമോ അതോ ഭൂമി ഉടമകൾക്ക് മാറ്റാമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസുകളും എടുത്തിരുന്നു. പക്ഷേ ആ കേസുകളും റദ്ദാക്കിയിട്ടില്ല. കാണാം നീലാകാശം, മഞ്ഞക്കുറ്റി, കെ റെയിൽ പണി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരങ്ങളിലൊന്നിന് സാക്ഷിയായതാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സിൽവർ ലൈൻ പദ്ധതി. പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ പോലീസിന്റെ കായികബലത്തിൽ മഞ്ഞക്കുറ്റിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ. എന്നാൽ കാലാവധി പൂർത്തിയായതോടെ പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റദ്ദായി. അതിവേഗ റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ മുൻപ് കനത്ത സുരക്ഷയിൽ ജനങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികളിലെ ആശങ്ക ഇതുവരെ അവസാനിച്ചിട്ടില്ല. അത് അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. മഞ്ഞക്കുറ്റികൾ സർക്കാർ മാറ്റുമോ അതോ ഭൂമി ഉടമകൾക്ക് മാറ്റാമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുറ്റികൾ സ്ഥാപിക്കുമ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകളും റദ്ദാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്ന് തീരുമാനമെടുക്കുമെന്നും ഉറപ്പില്ല. മഞ്ഞക്കുറ്റി സ്ഥാപിച്ച ഭൂമി കൈമാറ്റം ചെയ്യാൻ തടസ്സമില്ലെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. എന്നാൽ രേഖാമൂലമല്ല ആ മറുപടി. പക്ഷെ അവർക്കിപ്പോഴും സമൻസ് നോട്ടീസുകളും കേസിൻ്റെ നൂലാമലയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ പ്രോപ്പർട്ടിയിൽ, ആ വസ്തുവിൽ കല്ലിട്ട ആൾക്കാർക്ക് അവരുടെയും അവരുടെ ദൂരീകരണത്തിന് അവർക്ക് ആ കല്ല് എടുത്തു മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ ആ കല്ല് അവിടെ ഇട്ടു, അതെന്താണ് അടുത്ത നിയമസാധുത എന്താണ്, അവരുടെ ദൂരീകരണത്തിന് ഇതുവരെ അവരുടെ സംശയ നിഗാരണത്തിന് സംസ്ഥാന സർക്കാർ അതിനുള്ള ആക്ഷനോട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രാദേശികമായി വളരെ വലിയൊരു ജനവികാരം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ RRT എന്നുള്ള പുതിയൊരു സംവിധാനത്തിലോട്ട് മാറുമ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു നിയമസാധുത, ആ വസ്തു ഇനി ക്രയവിക്രയത്തിന് എന്തെങ്കിലും നിയമസാധുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നത് തടയാനെത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇപ്പോൾ അതെടുത്തു മാറ്റിയാലും നിയമ നടപടി ഉണ്ടാകുമെന്ന പേടിയാണ് ജനങ്ങൾക്ക്. കുറ്റിയടിച്ചതിനാൽ ഒരു ബാങ്ക് വായ്പയ്ക്ക് പോലും ഈ ഭൂമി ഉപയോഗിക്കാനാകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആശങ്കയിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ വസ്തുക്കൾ അവർക്ക് ലോൺ വയ്ക്കാനോ അത് വിൽക്കാനോ കഴിയാത്ത ഒരു സ്ഥിതി കേരളത്തിലെ ജനങ്ങൾക്ക്. ആ ആശങ്ക അകറ്റേണ്ട ബാധ്യത കേരളത്തിലെ സർക്കാരിനുള്ളതാണ്. സർക്കാർ കൊണ്ടുവന്ന ആ മഞ്ഞക്കുറ്റി എറിയുകയും അതോടൊപ്പം ജനങ്ങളുടെ പേരിലെടുത്ത കള്ളക്കേസ് പിൻവലിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഒരു മാന്യമായ ഒരു ഇതായിരിക്കണം സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയായി മാറില്ല. മഞ്ഞക്കുറ്റികളിൽ തീരുമാനം പറയേണ്ടത് റവന്യൂ വകുപ്പെന്നാണ് കെ റെയിലിന്റെ വാദം. സിൽവർ ലൈൻ പദ്ധതിയുടെ ഉത്തരവ് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കാതെയാണ് അതിവേഗ റെയിൽവേ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. അതായത് സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സാരം. സിൽവർ ലൈൻ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റദ്ദായ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മഞ്ഞക്കുറ്റികൾ ഊരിമാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശങ്ക അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ആ മഞ്ഞക്കുറ്റികൾ ഏതായാലും ഭൂ ഉടമകൾക്ക് കൂടുതൽ ഭീതി നൽകാത്ത വിധത്തിൽ തന്നെ അത് മഞ്ഞക്കുറ്റികൾ ഇട്ടവർ കെ റെയിൽ കോർപ്പറേഷൻ തന്നെ ആ മഞ്ഞക്കുറ്റികൾ ഊരി മാറ്റട്ടെ എന്നാണ് പൊതുജനം കഴുതയല്ല സാറിന് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.